അപ്പൊ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ ഓണം എക്സാം ഒക്കെ നമ്മൾ പഠിച്ച് നല്ല മാർക്സ് ഒക്കെ സ്കോർ ചെയ്ത് തിരിച്ചത് സ്കൂളിലേക്കൊക്കെ നിങ്ങൾ പോയി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടൈം നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിചാരിച്ച പോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നല്ലോണം ആൻസേഴ്സ് ഒക്കെ എഴുതാൻ പറ്റിയിരുന്നു അല്ലേ. ഇനി നമ്മുടെ സെക്കൻഡ് ടേം എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ തുടങ്ങാൻ പോവാണ് കേട്ടോ. ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ അതില് ഗിഫ്റ്റ് ബോക്സ് അഥവാ സമ്മാനപ്പൊതി എന്ന് പറഞ്ഞൊരു അടിപൊളി ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലെ ഒരു ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാലോ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും രൂപകൾ കൊണ്ട് രൂപ എണ്ണാനും അതായത് 10 രൂപയും 20 രൂപയൊക്കെ കുറെ നോട്ടുകളൊക്കെ തന്നു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ എത്ര റുപ്പീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് പറയാൻ അറിയുന്ന മക്കളാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് അറിയുന്നതാണ്. കാരണം മുന്നത്തെ ആക്ടിവിറ്റിയും നമുക്ക് അങ്ങനത്തെ ഉണ്ടായിരുന്നു. കോയിൻസ് തന്നിട്ട് എത്ര കോയിൻസ് ആണ്, അതുപോലെ നോട്ട്സ് തന്നിട്ട് എത്ര നോട്ട്സ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒരു എക്സസൈസുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേടാ, ഇവിടെ 2 മക്കളുണ്ട്. നമ്മുടെ ഫിസിനുണ്ട് ഫിസയുണ്ട്. 2 പേർക്കും കുറച്ച് തുകകൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം നോക്കാം അല്ലെ. നമ്മുടെ ഫിസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫിസിന് 5 രൂപ കിട്ടിയിട്ടുണ്ട്, 10 രൂപയുടെ നാണയം കിട്ടിയിട്ടുണ്ട്, 10 രൂപയുടെ നോട്ട് കിട്ടിയിട്ടുണ്ട്, 5 രൂപയുടെ നോട്ട് കിട്ടിയിട്ടുണ്ട്, 2 രൂപ, 1 രൂപ എന്നിങ്ങനെ കുറെ നാണയങ്ങൾ നമ്മുടെ ഫിസിൻ കുട്ടിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഫിസക്കുട്ടിനെ നോക്കുകയാണെങ്കിലോ ഫിസക്കുട്ടിക്ക് 50 രൂപ 50 റുപ്പീസിന്റെ നോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെയോ 5 രൂപയുടെ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്, 1 രൂപയുടെ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആകെ എത്ര രൂപയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാലോടാ, ഫിസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിസിന് എത്ര രൂപയാണ് കിട്ടിയത് എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇത് 10 രൂപ അല്ലെ. ഇത് 10 രൂപ 10 റുപ്പീസ് ആണ്. ഇതിനോടോ 10നോട് 10 കൂട്ടിക്കഴിഞ്ഞാൽ 20 റുപ്പീസ് കിട്ടും. 20 രൂപയായി. 20നോട് 5 കൂട്ടിയാലോ 25 രൂപ. 25നോട് 5 കൂട്ടിയാലോ 30 രൂപ. 30 റുപ്പീസ് വരെ കിട്ടിയല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, 30 രൂപ വരെ നമ്മുടെ ഫിസിന് കിട്ടിയിട്ടുണ്ട്. ഇനിയോ ഈ നാണയങ്ങൾ 2 ഉണ്ട്. 2 രൂപയുടെ ഒരു നാണയം, അതുപോലെ 1 രൂപയുടെ ഒരു നാണയം. 2 + 1 എത്രയാണ്, 3 ആണല്ലേ. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോ ആകെ എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത്, 33 രൂപ അഥവാ 33 റുപ്പീസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഫിസക്കുട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിലോ ഫിസക്കുട്ടിക്ക് ഒരു 50 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെയോ 50നോട് 5 കൂട്ടുമ്പോൾ 50 + 5 55. 55നോട് 5 കൂട്ടുമ്പോഴോ 55നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 60 കിട്ടും അല്ലെ. 60 രൂപയും കിട്ടി. പിന്നെയോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 2 1 രൂപയുടെ നാണയങ്ങളാണ്. അതെത്ര വരുവടാ, 2 രൂപ അല്ലെ. നമ്മൾ ആഡ് ചെയ്ത് നോക്കിക്കേ, ഇവിടെ 2ഉം ഇവിടെ 6ഉം. അപ്പൊ 62 റുപ്പീസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇനി മിസ് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ, നമ്മുടെ ഫിസിനും ഫിസക്കും കിട്ടിയ രൂപകളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്, ഫിസിൻ കുട്ടനാണോ ഫിസക്കുട്ടിക്കാണോ ഏറ്റവും കൂടുതൽ കിട്ടിയത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.